ഏവർക്കും എറ്റൽ ക്യൂരിയോസിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഭൂമിയിൽ നിന്നും മനുഷ്യരെല്ലാവരും അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ ഭൂമിക്കെതിരായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ അഥവാ വ്യവസായവൽക്കരണം വഴി വിഷവാതകം പുറത്തുവിട്ട് അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. വിഷാംശമുള്ള രാസപദാർത്ഥങ്ങൾ കൊണ്ട് നദികളെയും കായലുകളെയും മലിനമാക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യം നിറച്ച് കടലുകളെയും നശിപ്പിക്കുന്നു. ഇതുകൂടാതെ മൈനിങ് അഥവാ ഖനനം ചെയ്തു മരങ്ങൾ വെട്ടി നശിപ്പിച്ചു പ്രകൃതിയെ മുഴുവനായി ചൂഷണം ചെയ്യുന്നു. ഈയൊരു കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും മനുഷ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് ഭൂമിക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. എന്തായാലും എല്ലാ മനുഷ്യരും ഭൂമിയിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പലതരത്തിലുള്ള യന്ത്രങ്ങൾ, വിമാനങ്ങൾ, വാഹനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ മനുഷ്യരും പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ ഈ യന്ത്രങ്ങളുടെയെല്ലാം പ്രവർത്തനം നിലയ്ക്കും. പക്ഷേ പ്രവർത്തനം നിലയ്ക്കുന്നതിന് മുൻപ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ വിമാനങ്ങൾ ആകാശത്ത് നിന്നും താഴേക്ക് വീഴും. കാറുകൾ ഏത് ദിശയിലേക്കാണോ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതേ ദിശയിലേക്ക് തന്നെ സഞ്ചാരം തുടരുകയും എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുകയും ചെയ്യും. കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം പിന്നെയും മണിക്കൂറുകളോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചിലപ്പോൾ കെട്ടിടങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഡ്രില്ലിംഗ് മെഷീൻ. ഇത് മണിക്കൂറുകളോളം നിയന്ത്രണമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ അടുത്തുള്ള കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴും. ഫാക്ടറികൾ, ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ, ഖനനം ചെയ്യുന്ന സ്ഥലം, ഓയിൽ റിഫൈനറീസ് എന്നിങ്ങനെ മിക്ക വ്യവസായശാലകളും കുഴപ്പത്തിലാകും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾക്ക് മാസങ്ങളോളം മനുഷ്യ സഹായം ഇല്ലാതെ പ്രവർത്തിക്കുവാനാകും. എങ്കിലും വീടുകളിലെല്ലാം വൈദ്യുതി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. വൈദ്യുതി ലഭിച്ചിട്ടും കാര്യമൊന്നും ഇല്ല എന്നതാണ് മറ്റൊരു സത്യം. നിയന്ത്രിക്കുവാൻ ആരുമില്ലാതെയായാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ പൊട്ടിത്തെറിക്കുമെന്നാണ് എല്ലാവരുടെയും ധാരണ. എന്നാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് ഒരു സേഫ് മൂഡ് ഉണ്ട്. അതായത് നിയന്ത്രിക്കുവാൻ ആരുമില്ലെങ്കിൽ തനിയെ പ്രവർത്തനരഹിതമാകുവാനുള്ള സംവിധാനം. എങ്കിലും ഇത്തരം പ്ലാന്റുകളിൽ നിന്നും റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറത്തു വരികയും അതിൽ നിന്നുമുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ നദികളെയും മറ്റു ജലസ്രോതസ്സുകളെയും മലിനമാക്കുകയും ചെയ്യും. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രശ്നം മാരകമായ രാസപദാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ്. ഇത്തരം ഫാക്ടറികൾ അതിസൂക്ഷ്മതയോടെയാണ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതിയുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത്തരം ഫാക്ടറികൾ സുരക്ഷിതമായി ഇരിക്കുകയുള്ളൂ. എന്നാൽ വൈദ്യുതി ഇല്ലാതാവുന്നതോടുകൂടി ഇത്തരം ഫാക്ടറികൾ പൊട്ടിത്തെറിക്കുകയും രാസപദാർത്ഥങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും ചെയ്യും. ഓയിൽ റിഫൈനറികളിൽ ജോലിക്കാർ ഉണ്ടെങ്കിൽ പോലും വളരെ അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം ഇല്ലാതെയാകുമ്പോൾ ഓയിൽ റിഫൈനറികളിൽ വലിയ വിസ്ഫോടനങ്ങൾ സംഭവിക്കും. എങ്കിലും ലോകം മുഴുവനായി നശിപ്പിക്കുന്ന തരത്തിലുള്ള അപകടങ്ങളൊന്നും സംഭവിക്കുകയില്ല. എന്തായാലും മനുഷ്യർ പോയി കഴിഞ്ഞാൽ ഭൂമി മൃഗങ്ങളുടേത് മാത്രമാണ്. വന്യമൃഗങ്ങളായിരിക്കും ഭൂമിയുടെ പുതിയ ഭരണാധികാരികൾ. പക്ഷേ വളർത്തുമൃഗങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകും. വീടുകളിലും കടകളിലുമെല്ലാമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കേടായി പോകും. മൃഗശാലയിൽ ഉൾപ്പെടെ കൂട്ടിലടച്ച മൃഗങ്ങളെല്ലാം വിശപ്പ് കൊണ്ട് വലയും. തുറന്നുവിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾക്ക് അധികകാലം അതിജീവിക്കുവാനാകില്ല. വന്യമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. ക്രമേണ ലോകത്തിലെ മിക്ക നഗരങ്ങളിലും വന്യമൃഗങ്ങൾ വ്യാപിക്കും. ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ മൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും. മനുഷ്യരുടെ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് വളർത്തുനായകളും പൂച്ചകളും വന്യമൃഗങ്ങളെ പോലെ ആയി മാറേണ്ടി വരും. അല്ലെങ്കിൽ അവയ്ക്ക് വംശനാശം നേരിടേണ്ടി വരും. മനുഷ്യരാരും തടയുവാൻ ഇല്ലാത്തതുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും പോകുവാൻ പറ്റും. വീടുകളിലും ഫാമുകളിലും വളർത്തുന്ന പശുക്കളും പന്നികളും കോഴികളുമെല്ലാം വിശപ്പ് കാരണം ചത്തുപോവുകയും മറ്റ് വന്യമൃഗങ്ങൾക്ക് ആഹാരമായി തീരുകയോ ചെയ്യും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലാത്ത മാലിന്യങ്ങളും യഥാക്രമം സംസ്കരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് പരിസ്ഥിതി മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറയും. അതുപോലെ തന്നെ മൃഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കഴിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇങ്ങനെ പ്ലാസ്റ്റിക് കഴിക്കുന്ന മൃഗങ്ങളെല്ലാം അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ചത്തുപോകും. അതായത് മനുഷ്യർ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായാലും അവന്റെ പ്രവൃത്തിയുടെ പരിണിത ഫലം വീണ്ടും ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അനേകം വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിക്ക് പൂർണ്ണമായും വലിയ രീതിയിൽ രൂപമാറ്റം സംഭവിക്കും. പലതരം സസ്യജാലങ്ങളും മരങ്ങളും കൊണ്ട് നഗരങ്ങൾ പൂർണ്ണമായും നിറയും. റോഡുകൾ പൊട്ടിപ്പൊളിയുകയും അവിടെ ചെടികൾ മുളയ്ക്കുകയും ചെയ്യും. കെട്ടിടങ്ങളിലാകട്ടെ മുഴുവനായും വള്ളിച്ചെടികൾ പടർന്നു പിടിക്കും. കെട്ടിടങ്ങളുടെ അടിസ്ഥാനത്തിൽ മരങ്ങളുടെ വേരുകൾ ഇറങ്ങുകയും ബലം കുറഞ്ഞ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ചെയ്യും. ഇടിമിന്നൽ കാരണമോ അല്ലാതെയോ തീപിടുത്തം ഉണ്ടായാൽ അത് അണയ്ക്കുവാൻ കഴിയാതെ വരികയും കിലോമീറ്ററുകളോളം ചുറ്റളവിൽ നാശനഷ്ടം വരുത്തുകയും ചെയ്യും. ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ പ്രവർത്തനരഹിതമാവുകയും ഒരു വാൽ നക്ഷത്രത്തെ പോലെ അത് ഭൂമിയിൽ വന്ന് പതിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും തകർന്ന് ഭൂമിയിലേക്ക് തന്നെ വന്ന് വീഴും. സംരക്ഷിക്കുവാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ റോഡുകളും കെട്ടിടങ്ങളുമെല്ലാം കാലക്രമേണ മണ്ണിനോട് തന്നെ ചേരും. അതിനോടൊപ്പം ലോഹനിർമ്മിതമായ എല്ലാ വസ്തുക്കളും തുരുമ്പിച്ച് നശിക്കും. കോടിക്കണക്കിന് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തുരുമ്പിച്ച് നശിച്ചു പോകും. ഏതാനും ചില ശതവർഷങ്ങൾ കൊണ്ട് തന്നെ ഭൂമി ആകെ മാറിയിരിക്കും. മനുഷ്യനിർമ്മിതമായ എല്ലാം തന്നെ പൂർണ്ണമായോ ഭാഗികമായോ നശിച്ചിട്ടുണ്ടാകും.
വന്യമൃഗങ്ങളെല്ലാം പണ്ടത്തെ പോലെ വളരെ സന്തോഷത്തിൽ ജീവിക്കും. പ്രധാനമായും കടലുകൾ വളരെ സുരക്ഷിതമാണ്. മീൻ പിടിക്കുവാൻ ആരും ഇല്ലാത്തതുകൊണ്ട് മീനുകൾ കടലിൽ പെരുകും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയുകയും കടൽ ശുദ്ധമാവുകയും ചെയ്യും. മനുഷ്യപ്രവൃത്തി കാരണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഏകദേശം 200 വർഷത്തിനുള്ളിൽ കുറയുകയും അന്തരീക്ഷം ശുദ്ധമാവുകയും ചെയ്യും. അതുപോലെ തന്നെ 10 വർഷത്തിനുള്ളിൽ തന്നെ ഓസോൺ പാളി പഴയതുപോലെ ശക്തമാകും. മനുഷ്യപ്രവൃത്തി കാരണം ഭൂമിയിലുണ്ടായ മുറിവുകളെല്ലാം സാവധാനം മാറാൻ തുടങ്ങും. 10,000-കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ ഭൂരിഭാഗവും നശിച്ചുപോകും. അപ്പോൾ വന്യമൃഗങ്ങളും സസ്യലതാദികളും മാത്രം നിറഞ്ഞ ഒരു ഗ്രഹമായി ഭൂമി മാറും. ഇങ്ങനെയുള്ളൊരു പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കുറച്ച് പാഠങ്ങളുണ്ട്. മനുഷ്യരുടെ നിലനിൽപ്പിനു വേണ്ടി ഭൂമിയെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചു. വിനോദത്തിനു വേണ്ടി മാത്രം വന്യമൃഗങ്ങളെ കൊന്നൊടുക്കി അവയെ വംശനാശത്തിലേക്ക് എത്തിച്ചു. നിലനിൽപ്പിനു വേണ്ടിയാണെന്നുള്ള പേരിൽ JCBകൾ പോലെയുള്ള വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമിയെ കീറിമുറിച്ചു. ജീവശ്വാസം തരുന്ന മരങ്ങളെയും ദാഹജലം തരുന്ന നീരുറവകളെയും നമ്മൾ നശിപ്പിച്ചു. ഭൂമിയിലെ ഒന്നും മനുഷ്യന് സ്വന്തമല്ല എന്നറിഞ്ഞിട്ടും ഭൂമിയിലുള്ളവയെല്ലാം സ്വന്തമാക്കുവാൻ വേണ്ടി ഭൂമിയെ വളരെയധികം ചൂഷണം ചെയ്തു. പക്ഷേ മനുഷ്യൻ എന്തൊക്കെ തന്നെ ചെയ്താലും ഭൂമി അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം ഇതിനേക്കാളൊക്കെ പരിതാപകരമായ അവസ്ഥയെ ഭൂമി അതിജീവിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഓരോരുത്തരും ഒരു പ്രതിജ്ഞ ചെയ്യുക: നമ്മളാൽ കഴിയുന്ന വിധം ഭൂമിയെ സംരക്ഷിക്കുമെന്നും ഭൂമിക്ക് ദോഷം വരുന്ന പ്രവൃത്തികളൊന്നും ചെയ്യില്ല എന്നും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.